നമ്മൾ പറഞ്ഞ നമുക്ക് സാൻഡ്വിച്ച് ഒരെണ്ണം ഉണ്ടാക്കാൻ പോണ്. അപ്പം ബേക്കനും ലെറ്റസും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ തിരികെ വരാം. ഓക്കെ, ബൈ ദ ബൈ, ഇത് വീട്ടിൽ നിന്ന് അവസാനത്തെ മുട്ടയായിരുന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. സോ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിനിവിടെ ബ്രെഡൊക്കെ ഓൾറെഡി നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചു കാണുന്നു. ഇപ്പം ഇവിടെ ലെറ്റസ് ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം റെഡി ആയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ മണ്ടയിൽ മുട്ട ഓംലേറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലെറ്റസ്, ബേക്കൻ ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇത് ബേക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ബേക്കനായിട്ട് സെറ്റായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് കാണിച്ചു തരാം. എന്ത് ചെയ്യും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബർഗർ മുട്ട സാൻഡ്വിച്ച്. അപ്പോൾ ഇത് മുട്ട, ലെറ്റസ്, ബേക്കൺ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കി എടുക്കാം. പിന്നെ മയോണൈസോ അല്ലെങ്കിൽ അവക്കാഡോ പോണക്കത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രെഡിൽ തേച്ച് കഴിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ അതിപ്പം ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഉണ്ടാക്കാൻ മടിയായത് കൊണ്ടും നമ്മൾ അത് അവിടെ വിടുന്നു. പിന്നെ ഇത് അവസാനത്തെ മുട്ടയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് പറയായിരുന്നു. വേറെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുഞ്ചിപ്പോയേനെ. ഓക്കെ ഗൈസ്, എന്താണ് നമ്മുടെ ബർഗർ മുട്ട സാൻഡ്വിച്ചിൻ്റെ അവസാനത്തിൽ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, വരാം. കീപ് ബ്ലോഗിങ് ഈറ്റിംഗ് ഈ കഴിക്കുന്നതൊക്കെ ഒന്ന് സിങ്കായി വരണമെങ്കിൽ സമയം എടുക്കും. കഴിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, നൈസാണ്. ബേക്കൻ്റെ ആ ക്രഞ്ചിനെസ്സും ഉണ്ട്. പക്ഷേ മയോണൈസോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഡു എവരി വൺ ട്രൈ. അപ്പോൾ എവരി വൺ ഡു ട്രൈ. ഓക്കെ, അപ്പോൾ നൈസായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. സോ സീ യു ടുമാറോ. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ.